നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. അഭയ കേസിലെ പ്രതികളെ പിടിച്ചു. പ്രതികളാണെന്ന് തെളിഞ്ഞു. കോട്ടൂരാൻ, പിന്നെ അയാളുടെ ഭാര്യ സ്റ്റെഫി, ഇവർ രണ്ടുപേരും. ഫാദർ തോമസ് എം കോട്ടൂരാൻ, അയാളെന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ടാണ് ജീവിച്ചിരുന്ന പല കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ സ്റ്റെഫി എന്നാൽ ഇപ്പോഴും സഭാവസ്ത്രമിട്ട് നടക്കുന്നത് കേട്ടോ. പ്രതിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടും കാറിൽ കയറുന്ന സമയത്ത് ആ സഭാവസ്ത്രം ഊരി കൊടുക്കല്ലേ വേണ്ടത്. ആ സഭാവസ്ത്രം ഇട്ട് തന്നെയാണ് പോകുന്നത്. എന്തിലായിക്കോട്ടെ, ഇവിടെ പ്രതികളെ പിടിച്ചു എന്ന് എല്ലാ പത്രക്കാരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടി വിയിലും പത്രക്കാരും ഓൺലൈനിലൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ CBI അല്ല, ഇനി CBIയുടെ അപ്പൂപ്പം വന്നാലും യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിലുള്ള ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ആരാണെന്ന് എനിക്കറിയാം. ഞാനിത് പരസ്യമായിട്ട് പറയില്ല, ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഇപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാം, ഇതിൻ്റെ അവസാനത്തിൽ ചൂണ്ടിക്കാണിക്കാം, തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കണമല്ലോ. പക്ഷെ ആ പ്രതികളെ പിടിക്കാൻ CBIക്ക് കഴിയില്ല. പിന്നെന്താ പറഞ്ഞേ, CBIയുടെ അപ്പൂപ്പന്മാർ വന്നാലും കഴിയില്ല അവരെ പിടിക്കാൻ. ആ പ്രതികൾ ആരാണെന്ന് പറയാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 28 വർഷം 3 മാസം 1992 ഈ കേസുണ്ടായത്. അതിപ്പോൾ തിരുവനന്തപുരം CBIയുടെ സ്പെഷ്യൽ കോർട്ട് അത് പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് പലരും പറഞ്ഞു അവർ പ്രതികളല്ല. സിസ്റ്റർ അഭയ കത്തിയെടുത്ത് അവിടെ ഇവിടെ കുത്തി തല വെട്ടി മുറിച്ച് ഒരു രസത്തിന് കിണറ്റിൽ നിന്ന് ചാടിയതാണ്. കിണറ്റിന് ആഴം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ കിണറ്റിൽ നീന്തൽ പഠിക്കാനാവും എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞ് പരത്തിയത്. അതിന് പല പോലീസുകാരും ക്രൈംബ്രാഞ്ചും അവരൊക്കെ ഇതിന് ഉത്തരവാദികളാണെന്ന് പറയപ്പെടുന്നുണ്ട്. പലരും അതിനകത്ത് രക്തസാക്ഷികളായിട്ടുണ്ട്. വാസ്തവത്തിൽ ജോലി തെറിച്ച ആൾക്കാരുണ്ട്, നാണം കെട്ടവരുണ്ട്, അപമാനിതരായിട്ടുണ്ട്. അതിനുള്ള പല ആൾക്കാരും അതിനകത്തുണ്ട്. ഇവിടെ കോട്ടൂരിൻ്റെ കോട്ടൂരി എന്ന് പറയില്ലേ, അയാൾ പൊട്ടിക്കരഞ്ഞെന്നാണ് പറയുന്നത്. അത് എന്തർത്ഥത്തിലാണാവോ പൊട്ടിക്കരഞ്ഞെന്ന് അറിയില്ല. സത്യത്തിൽ അയാള് ഈ ഒരു സാഹചര്യത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് വേണ്ടത്. പൊട്ടിച്ചിരിക്കേണ്ട അവസരമാണിത്. അതെന്താണെന്നല്ലേ, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം തന്നെ പറയാം. ഇവിടെ ഈ നീതി വൈകിപ്പിച്ചത് 28 വർഷം. ഇന്നിപ്പോൾ സിസ്റ്റർ അഭയ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ 28 വയസ്സിലോ 38 വയസ്സിലോ മരിച്ചു പോയിട്ടുണ്ടാവുക. ഇന്ന് ജീവിച്ചിരിക്കേണ്ട ഒരു 60 വയസ്സായിട്ടുണ്ടോ. ഇവിടെ എല്ലാ നീതി നിഷേധങ്ങളും, യഥാർത്ഥത്തിലുള്ള നീതിയെ നിഷേധിക്കുന്നവരാണ് കുറ്റവാളികൾ. അവരുടെ ശിക്ഷ അത് വൈകിപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ളത് ഒരു പെണ്ണാണ്. എല്ലാ നീതിയും വൈകിപ്പിക്കുന്നത് പെണ്ണാണ്. ആ പെണ്ണിൻ്റെ പേരാണ് ലക്ഷ്മി കുമാരി, അല്ലെങ്കിൽ കുമാരി ലക്ഷ്മി, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയാം. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ കേസ്. അതാണ് ലക്ഷ്മി. സനാതന ധർമ്മത്തിന്റെ പ്രഖ്യാപന പ്രകാരം നാരായണൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ മൂർത്തിയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ അതിദേവതയാണ്. ആയതുകൊണ്ട് എല്ലാ നീതികളും വൈകിപ്പിക്കുന്നതിന്റെ പുറകിൽ ലക്ഷ്മിയാണ് ഉള്ളത് എന്നർത്ഥം. ലക്ഷ്മി ഈ കറൻസിയുടെ മേലെ അച്ചടിക്കേണ്ടത് ഗാന്ധിയുടെ ഫോട്ടോ അല്ല, ലക്ഷ്മിയുടെ ഫോട്ടോ ആണ് അച്ചടിക്കേണ്ടത്. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഈ അറ്റം വരെ പോലീസുകാരാകട്ടെ, കോടതിയാകട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, സാക്ഷികളാകട്ടെ,
പ്രതിഭാഗം വാദിഭാഗം വക്കീൽമാരാകട്ടെ ഇവിടേക്ക് എല്ലാ ഇടത്തേക്കും വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പൈസ ഇങ്ങനെ ഒഴുക്കി വിടുകയായിരുന്നു. ആര്? സഭ. ദൈവത്തിൻ്റെ സഭ എന്നാ പേര്. സത്യത്തിൽ അത് ലൂസിഫർ ആണെന്ന് തോന്നുന്നുണ്ട്. ചെകുത്താൻ്റെ സഭയാണ്. സത്യമായിട്ടും ചെകുത്താൻ്റെ സഭയാണ്. യൂദാസിന്റെ സഭ, ഒറ്റിക്കൊടുക്കുന്നവരുടെ സഭ. യൂദാസ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഒറ്റിക്കൊടുത്തതിന് 30 വെള്ളിക്കാശാണ് കിട്ടിയത്. അദ്ദേഹത്തിന് അത് കിട്ടിയ ഉടനെ തന്നെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ ദുഷ്ടന്മാർ ഉടനെ പോയിട്ട് കള്ളു കുടിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിടവേലകൾ ചെയ്യുന്നതിൽ വിചാരിച്ചു. അങ്ങനെയല്ല. സ്ഥലം വാങ്ങിക്കലായിരുന്നു അങ്ങനെ യൂദാസിന് സ്ഥലം വാങ്ങിക്കുന്നതാണ് വലിയ ഇഷ്ടം. അവസരം കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതേ യൂദാസിന്റെ സ്വഭാവമാണ് ഇവിടെ ഈ പട്ടക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലം വാങ്ങിക്കുക എന്തൊരു ഭ്രാന്താണ്. സ്ഥലം വാങ്ങിക്കുക അതൊരു ഭ്രാന്താണ്. മിക്ക ഈ കാർഡിനൽസും അതുപോലെ തന്നെ കർദിനാൾമാർ അതുപോലെ ബിഷപ്പുമാരൊക്കെ സ്ഥലക്കച്ചവടത്തിൻ്റെ ആൾക്കാരാണ്. അതവർക്കൊരു ഭ്രാന്ത്. പിന്നെ വേറെ കുറെ ബിഷപ്പുമാരുണ്ട്, അവരുടെ ഭ്രാന്ത് അതെന്താ നിങ്ങൾക്ക് അറിയാലോ. ഇവരാണ് പൈസ ഒഴുക്കിയിട്ട് ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം, ഹിന്ദുക്കൾക്ക് അഭിമാനപൂർവ്വം പറയാവുന്നൊരു കാര്യമുണ്ട്. അവരുടെ നിസ്സംഗതയാണെന്ന് അറിയില്ല. ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തു, ഒരു കൊലപാതക കുറ്റമായിട്ട് അറസ്റ്റ് ചെയ്തു. അന്ന് ദയാനന്ദ സരസ്വതി, എൻ്റെ പരമോന്നത ഗുരു, അദ്ദേഹത്തോട് പോയി അദ്ദേഹത്തെ കാണാൻ പോയി. ആ സൗഹൃദത്തിൻ്റെ പേരിൽ കാണാൻ പോയി. എന്തിനാവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ ചെയ്യാം. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, ബാക്കിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, വക്കീലന്മാരുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. ആ കേസ് കുറേ കാലം നടന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ ഒരു തീവണ്ടി മറിച്ചിടലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കിടന്ന് കളിച്ചിട്ട് ഇവിടെ മന്ത്രിമാരെ മറിച്ചിടലോ ഇതൊന്നും അവർ ചെയ്തില്ല. ഹിന്ദുക്കൾ ചെയ്തില്ല. അതവർ നിസ്സംഗത കൊണ്ടായിരിക്കും എന്തോ അത് ചെയ്തില്ല. പക്ഷെ ഇവിടെ ഈ അഭയയുടെ കാര്യം വന്ന സമയത്ത് സഭ കളിച്ച കളി, പലരും പറയുന്ന 1500 കോടി രൂപ, ചിലർ 5000 കോടി രൂപ കണക്ക് പറയുന്നുണ്ട്. അതെല്ലാം അവിടേക്ക് മറച്ചു, പല സ്ഥലങ്ങളിലായിട്ട് മറച്ചു. എത്രയെത്ര ആളുകളെ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഇതിൻ്റെ പേരിൽ മന്ത്രിമാര്, ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാര്, അവരും എത്ര തണ്ടിയ കൊലകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഈ അറ്റം വരെ തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സഭയാണത്. പണം കൊണ്ട് കളിച്ചു. പക്ഷെ അവസാനം ഇപ്പം ഈ നീതി നടപ്പാക്കിയതാരാണ്? ദൈവത്തിൻ്റെ സഭ ചെകുത്താൻ്റെ സഭയാണ്. അവർ ചെയ്യുന്ന ചെയ്തികൾക്ക് നിഷേധം കൊണ്ടുവരേണ്ടത് ആരാണ്? ദൈവമാണ് കൊണ്ടുവരേണ്ടത്. 28 വർഷങ്ങൾക്ക് ശേഷം ഇത് നടപ്പാക്കിയത്, വിധി നടപ്പാക്കിയത് ആരാണ്? ദൈവമാണ് നടപ്പാക്കിയത്. വെറുതെ പറയുന്നതല്ല. ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് കൊമ്പമേശയ്ക്കുള്ള ഒരാളാണ്, അദ്ദേഹം ഇതിൻ്റെ പേരിൽ ഇത് പുറത്താക്കപ്പെട്ട ഒരാളാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തോട് എനിക്ക് ചോദിച്ചു, ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഈ അഭയ കൊലക്കേസ് തെളിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, തെളിയും. അത് വലിയ കാര്യം അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചത്. തെളിയും. അപ്പൊ എങ്ങനെയാ തെളിയുക? 2 കാര്യമാണ് അത് തെളിയാനും മാർഗം. ഒന്ന്, അഭയ കിണറ്റിൽ നിന്ന് കയറി വന്നിട്ട് പറയണം എന്നെ ഇന്നാൾക്കാരൊക്കെ ഒന്നേന്ന് കഴിഞ്ഞില്ലേ. രണ്ടാമത്, ദൈവം തമ്പുരാൻ തന്നെ വരണം എന്നാ പറഞ്ഞത്. ശരിയാണ്, ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നു. ഈ ലൂസിഫർമാരുടെ, ഈ ചെകുത്താന്മാരുടെ, വെളുത്ത ലോഹയിട്ട ചെകുത്താന്മാരുടെ ചെയ്തികൾക്ക് നിഷേധമായിട്ട് ദൈവം തന്നെ, ഈശോ മിശിഹായെ തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇന്നിപ്പോ ജോയ് പുത്തൻപുരയ്ക്കൽ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, ജോയ് പുത്തൻപുരയ്ക്കൽ ജന്മം കൂടി തപമാക്കി 28 വർഷത്തിന്റെ പുറകിൽ അദ്ദേഹം നടന്നത്. 28 വർഷം നിസ്സാര കാര്യമില്ല. അദ്ദേഹം ഈ കേസിന്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയത് 30 വയസ്സിലാണ് നടക്കാൻ തുടങ്ങിയതിൽ ഇപ്പം അങ്ങേക്ക് 58 വയസ്സായി ഉണ്ടാവും. ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു, നല്ല പെട്ട കിട്ടിയിട്ട് പലപ്പോഴും. അവഹേളനങ്ങൾ വേറെ, അപമാനങ്ങൾ വേറെ. എന്തോന്ന് ആയടെ എന്നുള്ള ചോദ്യങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം സംരക്ഷിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ കേസിന്റെ നടത്തിപ്പായിട്ട് മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നീതി നടപ്പാകുന്ന സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ? ദൈവമാണ് നടപ്പാക്കിയത്. സത്യമാണ്. 28 വർഷം ഇതുപോലെ പുകമറക്കിയിട്ട് അകത്തിട്ട്
അതിനെ ചവിട്ടി കൂട്ടി മുക്കി താഴ്ത്തി ഈ കേസിനെ, എന്നിട്ട് അത് മേലോട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ത്രെഡ് ഉണ്ട്. ഈശ്വരന്റെ കൈകൾ, ദൈവത്തിന്റെ കൈകൾ, അതിൽ യാതൊരു സംശയവുമില്ല. കോട്ടൂര് പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന്. ഈ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഞാനങ്ങ് മറന്നു. ഏതോ തിലകം പറയുന്ന പോലെ, മണിച്ചിത്രത്താഴിൽ പറഞ്ഞ പോലെ, എവിടെയോ കേട്ട ശബ്ദം എന്ന് പറയുന്ന പോലെ ഞാൻ നിരപരാധിയാണ്. കോട്ടൂരച്ഛൻ പറയുകയാണ്, അച്ഛൻ കോട്ടൂര്. ഇനി കോട്ടൂരച്ഛൻ എന്ന് പറഞ്ഞേക്കുന്നത് അച്ഛൻ കോട്ടൂർ എന്ന് പറയുന്നത് നല്ലത്. ഞാൻ നിരപരാധിയാണ്. എവിടെയാണ് ഈ ശബ്ദം കേട്ടാ? ഫ്രാങ്കോ പറഞ്ഞു നടക്കുന്നത് ഇതാണ്. പീഡകമെത്രാനച്ഛൻ ഇതേ പറയുന്നത് ഞാൻ നിരപരാധിയാണെന്ന്. ഇവിടെ മനസ്സിലാക്കട്ടെ, എത്ര കിണർ കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര കിണറ്റിൽ എത്ര കന്യാസികൾ വീണിട്ടുണ്ടെന്ന് അറിയാമോ? എത്രത്തിന് തലക്കടിച്ച് കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്രത്തിന് ബലാത്സംഗം ചെയ്ത് എന്തെല്ലാം. കുറെ ആൾക്കാർ അവരുടെ ജന്മം കുറച്ചും കൂടി നീട്ടിക്കൊടുത്തത് കൊണ്ട്, അവർക്ക് ആയുസ് കുറച്ചും കൂടിയും ദൈവം നീട്ടിക്കൊടുത്തുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. സിസ്റ്റർ ജസ്മി, അവരെ ബഹുമാന്യായിട്ടുള്ള സിസ്റ്റർ ലൂസി കളപ്പുരക്കിലൊക്കെ ജീവനോടുകൂടി ഇരിക്കുന്നൊരു ഭാഗ്യം. ജസ്മിനെ പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഏതെങ്കിലും കിണറ്റിലേക്ക് മണ്ടാരടക്കിയേനെ. ലൂസി സിസ്റ്റർ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒന്നും വരരുതെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പാവം. ഏതായാലും ഈ ഒരു സംഭവം, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പുറത്തു വന്നു. പക്ഷേ പുറത്തു വരാതെ മുക്കിക്കളഞ്ഞ സംഭവങ്ങൾ എത്ര കിടക്കുന്നുണ്ടാവും? ആർക്കറിയാം? പല ഉദ്യോഗസ്ഥന്മാരെയും ജോലി പോയി. ജോമൻ പുത്തമ്പരമ്പലിന്റെ ജന്മവും പോയി. വർഗീസ് പി തോമസ്, ഞാൻ ഓർക്കുന്നുണ്ട്. അതേസമയം ഇന്ന് പുറത്തായി അദ്ദേഹം മറ്റേ പോലീസിൽ നിന്ന് പുറത്തായി അദ്ദേഹം രാജിവെച്ച് പോവുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ രാജിവെച്ച് പോയില്ലെങ്കിൽ രാജി വെപ്പിച്ചേനെ, അല്ലെങ്കിൽ പണി തീർത്തേനെ. അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അദ്ദേഹം സമ്മർദ്ദം സഹിക്കാൻ വയ്യാണ്ടാണ് ഈ വർഗീസ് പി തോമസ് പുറത്തുപോയെന്ന് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നീതി നിയമം നടപ്പാക്കിയ സമയത്ത് അദ്ദേഹം കരയുകയാണ് ചെയ്തത്, സന്തോഷം കൊണ്ട്. നഷ്ടബോധം കൊണ്ട് കരഞ്ഞതല്ല, സന്തോഷം കൊണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ചത് ഇവിടെ വരെ എത്തിച്ചേർന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട്. പിന്നെ ഇവർക്കൊക്കെയും ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒരാൾക്ക് കുറച്ച് ജന്മത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു, കുറച്ച് പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ വാസ്തവത്തിൽ. അതൊക്കെയും പിന്നെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ വലിയ നഷ്ടം ഉണ്ടായത് ഇവർക്ക് ആർക്കുമല്ല. 5000 കോടി രൂപ പണ്ടേതൊരു തള്ളമ്മ പറഞ്ഞു, അതിൻ്റെ മോനെന്തോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുറേ നാളീരും തേങ്ങയും വെളിച്ചെണ്ണയും കൊടുത്തു. അതായത് ചെക്കന് ജോലി കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ആ തേങ്ങയും വെളിച്ചെണ്ണയും വെറുതെ പോയെന്ന്. ഇതുപോലെയാണ് 5000 കോടി രൂപയാണ് പലപ്പോഴായിട്ട് പല വിധത്തിലും ഈ സഭ ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്ന് പറയുന്നുണ്ട്. ചിലർ 1500 കോടി എന്നും പറയുന്നുള്ളൂ. ഏതായാലും കോടികളുടെ കണക്കാണ് അവിടെ ഉള്ളത്. ആ പൈസ വെറുതെ പോയി. പക്ഷെ ഇപ്പോഴും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വഴിക്ക് ഇപ്പം ഫ്രാങ്കോവിന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു അച്ഛൻ പോയിട്ട് 16 വയസ്സോ 15 വയസ്സുള്ള കുട്ടി ഗർഭമുണ്ടായ ഒരു കുട്ടിയുണ്ട്. അച്ഛനാവാൻ പോയ അയാള് അപ്പനായിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടപ്പോൾ ജയിലിലാണ്. അയാളെയും രക്ഷിക്കാൻ നോക്കി. പുറത്തുപോയ ജസ്മി സിസ്റ്ററെ, ലൂസി സിസ്റ്ററെ അവർക്ക് അപമാനിക്കാൻ തോന്നി. അവർക്ക് തലയ്ക്ക് വട്ടാണ്, ഭ്രാന്താണ്. അവരെ അപമാനിക്കാൻ ചവിട്ടാനുള്ള ശ്രമം വേറെ. ഇതെന്തു സഭയാണ് വാസ്തവത്തിൽ? ഇത് ദൂട്ട് സഭയാണ് വാസ്തവത്തിൽ. ദൈവത്തിന്റെ സഭ ഇതാണോ? ദൈവത്തിന്റെ സഭ? അപ്പൊ ഇതാണോ ദൈവം? ഇവര് പറയുന്നത് ദൈവം അതല്ലെന്ന് തെളിഞ്ഞല്ലോ. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട കുറ്റക്കാരി പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർ കാണാൻ അറിയത്താന്ന് പറഞ്ഞു. സിമ്പിളാണ്. ഇത്ര പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ലേ? പ്രധാന കുറ്റവാളി, അഭയ കേസിലെ പ്രധാന കുറ്റവാളി, നേരിട്ട് കുറ്റം ചെയ്തവരെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിച്ചത് അവരാണ്. പ്രധാന കുറ്റവാളികൾ സഭയാണ്. ഈ യൂദാസിന്റെ സഭയാണ് ആദ്യത്തെ കുറ്റവാളി. അവിടെ വെളുത്ത ചെകുത്താന്മാരെ, ലോഹയിട്ട വെളുത്ത ചെകുത്താന്മാരെയാണ് ആദ്യം പ്രതിക്കൂട്ട് കയറ്റി നിർത്തിയിട്ട് ശിക്ഷിക്കേണ്ടത്. അന്ന് അവർ പറയണമായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പോലീസ് നോക്കിക്കോട്ടെ, കോടതി നോക്കിക്കോട്ടെ. അന്ന് തന്നെ സിമ്പിളായിട്ടുള്ള കേസാണ്, എല്ലാ തെളിവുകളുള്ള കേസായിരുന്നു വാസ്തവത്തിൽ. മാസങ്ങളെ കൊണ്ട് തെളിയേണ്ട കേസ്.
അന്ന് തെളിയിച്ച് അന്ന് തന്നെ ഇവറ്റകളുണ്ട് ജയിലുകൊണ്ട് പണ്ടാരടങ്ങി ഈ സഭയ്ക്ക് ഇത്ര നാണക്കേടില്ല. ഇത് സഭ അവിടെ ആസനം താങ്ങാൻ നടന്നു. ഇപ്പൊ നാണവും കെട്ടു മാനവും കെട്ടു 5000 കോടി രൂപ ഷൂട്ടേ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ആ സഭയാണ് ഒന്നാം പ്രതി. ആണോ അല്ലയോ? ഇങ്ങനത്തെ ഒരു സഭയിൽ ഇനി വരുന്ന അച്ഛന്മാർക്ക് കുറ്റം ചെയ്യാൻ വല്ല പേടിയുണ്ടാവുമോ? അതിന്റെ കഥകള് 2-3 മാസം കൂടുമ്പോൾ ഓരോ അച്ഛനും ഓരോ ബിഷപ്പ്മാരും കഥകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സെക്സ് സ്റ്റണ്ട് ത്രില്ലർ കഥകൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവര്. എന്തുകൊണ്ടുണ്ടാക്കി വെക്കുന്നു? ഇങ്ങനെയുള്ള ആളുകളെ താങ്ങാൻ നടക്കുകയാണ് ഇവിടുത്തെ ഈ സഭാ നേതൃത്വം. അതുകൊണ്ടാണ് ഈ കുറ്റം ചെയ്യാൻ പറ്റുന്നത്. സ്ത്രീകൾ മുഴുവൻ ഒരു സ്ത്രീ വെറുതെ പറയും, എന്നെ വെറുതെ കയറി പിടിക്കാൻ വന്നു വെറുതെ പറയൂ. കന്യാസ്ത്രീകൾ ഒട്ടും പറയില്ല. അവർക്ക് അവരുടെ എത്തിക്സ് ഇല്ലേ? അവർ ജീവിതം മുഴുവൻ അവർ ചെലവഴിക്കുന്ന എത്തിക്സിന് വേണ്ടിയിട്ടല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള ഹയസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇല്ലേ? അവരവിടെ സമരം നടത്തി, പരസ്യമായിട്ട് സമരം നടത്തി. അവരെ ദ്രോഹിക്കാനാണ് അൽമായന്മാരുടെ ഒരു കൂട്ടവും ഈ പറയുന്ന സമാ നേതൃത്വവും അന്നും ഇന്നും എപ്പോഴും. അവരെ പോയിട്ട് സാന്ത്വനം കൊടുത്തതിന്റെ പേരിലാണ് ലൂസി കളപ്പുരയ്ക്കലിനെ അവർ ചവിട്ടുന്നത്. അപ്പൊ ഈ സഭയാണ് ഒന്നാം പ്രതി. അവരെ പിടിക്കാൻ പറ്റുമോ? ദൈവം അവർ ഓടിയിരിക്കുകയാണ്, ഡൽഹിയിലേക്ക് ഓടിയിരിക്കുകയാണ്. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ കാലൊക്കെ വീഴാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വോട്ടെല്ലാം നിങ്ങളുടെ തൊള്ളയിൽ നിറച്ചു തരാം. കാരണം എന്താണ്? 2-3 നേരം കേസുകളാണ്. 2-3 നേരം. ഒന്ന് യുവദാസിന്റെ കേസ് എന്താ? ഈ പറയുന്ന ലാൻഡ് വാങ്ങിക്കൽ, സാമ്പത്തിക കേസുകൾ, തിരിമറികൾ, അട്ടിമറികൾ. രണ്ടാമത്തെ കേസ് പെണ്ണുപിടുത്തം. ഇതന്നെ ബലാത്സംഗവും പെണ്ണുപിടുത്തവും കിണറും കൊലപാതകവും എന്നിത്യാദി കാര്യങ്ങൾ തന്നെ. പണ്ട് മറിയക്കുട്ടി ഒരു കൊലക്കേസ് ഉണ്ടായിട്ടുണ്ട്. വളരെ പണ്ട്. മൈനത്തെരുവി കൊലക്കേസ്, മാടത്തെരുവി കൊലക്കേസ്. ഇന്നത്തെ കുട്ടികളത് മറന്നിട്ടുണ്ടായിരിക്കും. രണ്ടിനും സിനിമ വന്നിട്ടുണ്ട്. മാടത്തെരുവി കൊലക്കേസ് സിനിമ വന്നിട്ട്, മൈനത്തെരുവി കൊലക്കേസ് സിനിമ വന്നിട്ട്. മറിയക്കുട്ടി കൊലക്കേസാണ് സംഭവം. അതിന് ഫാദറെ പിന്നെ വെറുതെ വിട്ടു. ഇപ്പൊ ഇതൊക്കെയും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അവരൊക്കെ ഇതിന്റെ ആൾക്കാർ തന്നെ അന്നേ തുടങ്ങിയിട്ടുണ്ടെന്ന് സാർ അന്നൊന്നും വിശ്വസിക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആദ്യത്തെ ഉത്തരവാദി, ആദ്യത്തെ പ്രതി സഭയാണ്. രണ്ടാമത്തെ പ്രതിയോ? ഇത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടും മോളെ ദൈവത്തിന്റെ വിളിയെന്നും പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ, പേരൻസ്. ഇവരെയാണ് ശരിക്ക് തുണി പൊക്കിയിട്ട് എന്തായാലും പറയാം, മറ്റേ സൗദി അറേബ്യയിൽ കൊടുക്കുന്ന പോലെ 1000 അടി 2000 അടി വെച്ച് കൊടുക്കേണ്ടത്. തൊലിയാണ് പൊളിക്കണേ ഇവരുടെ വാസ്തവത്തിൽ. നല്ല നല്ല കുട്ടികളെ പ്രാരബ്ധം 5-6 ഉണ്ടാവും. ഇപ്പൊ പിന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇതവിടെ പോകുന്ന സമയത്ത് സഭ എന്താ ചെയ്യുന്നത്? ഈ കുട്ടികളിവിടെ വരിഞ്ഞ് കെട്ടുകയാണ്. പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ വീട്ടിൽ നിന്ന് പല സഭകളും ആ വീട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടേണ്ട ഭാഗം പോലും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നൊവിഷ്യേറ്റ് കഴിഞ്ഞിട്ട് കർത്തവ്യയിൽ അഥവാ കന്യാസ്ത്രീ ആയി കഴിഞ്ഞാൽ ഭാഗം പോലും വാങ്ങിക്കുക ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടി ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി എന്ത് ചെയ്യും? തെണ്ടിത്തിരിയേണ്ടവരില്ലേ? ഈ അച്ഛനമ്മമാർ ഇത് കൊടുക്കാൻ നിൽക്കില്ലേ ചെയ്യുന്നത്? അപ്പൊ ആരാ രണ്ടാം പ്രതി? ഒന്നാം പ്രതി സഭ, രണ്ടാം പ്രതി പേരൻസ്, മാതാപിതാക്കൾ. കുട്ടികളെ ഉണ്ടാക്കിയാൽ പോരാ, അവരെ സംരക്ഷിക്കാനുള്ള ശേഷി വേണം. കാലാകാലങ്ങളിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റണം. അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അയ്യോ മോൾക്ക് ഉൾവിളി തോന്നി. ഉൾവിളിയൊന്നുമല്ല, വയറിന്റെ വിളിയാണ് വാസ്തവത്തിൽ, വിശപ്പിന്റെ വിളി. അപ്പോൾ പിന്നെ സഭയ്ക്കിലേക്കാണ് തള്ളിക്കൊടുക്കുകയാണ്. പൊതുവെ വെട്ടം കൊടുക്കണ പോലെ തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നു വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ ഒന്നാം പ്രതി കാലാകാലങ്ങളിലുള്ള സഭാ നേതൃത്വമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ സഭാ നേതൃത്വത്തിലുള്ള വിധി നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് ഏത് ക്രിസ്ത്യൻ അൽമായനാണ് ഇവരോടൊക്കെ കൃത്യമായിട്ട് ബഹുമാനമുള്ളത്? പക്ഷേ സമൂഹം നിഷ്കർഷിക്കുന്നതിന്റെ പേരിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നല്ലാതെ ഏതൊരു ക്രിസ്ത്യാനിയെ വിളിച്ച് രഹസ്യം ഇടുവയ്ക്കുക, എന്താണോ സഭയെ കുറിച്ച് പറയാനുള്ളത്, അവരെടുത്തവരും പറയും ബ്ലഡി ബാസ്റ്റേഡ്സ് എന്ന്. അതാണ് സത്യം. അവിടുന്ന് തുടങ്ങുന്നുണ്ട്. മാർപ്പാപ്പയുടെ അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഈ കളികൾ. സിസ്റ്റർ സെഫി ഇവിടെ മറ്റേ ലൂസി കളപ്പുരയിൽ ലെറ്റർ അയച്ചിട്ട് എന്ത് മറുപടിയാണ് കിട്ടിയത്? എന്ത് സംരക്ഷണ കിട്ടിയത് വാസ്തവത്തിൽ? അതൊക്കെ പിന്നെ അവരുടെ കാര്യമാണ്, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. പക്ഷെ ലോകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. ഏതായാലും അത് പിന്നെ നാട്ടുകാരാണ് വളഞ്ഞിട്ട് തരേണ്ടത്. ഇവന്മാരെ പലയിടത്തും കിട്ടുന്നുണ്ട്, അച്ഛന്മാർക്ക് പലയിടത്തും കിട്ടുന്നുണ്ട്. അച്ഛന്മാരെന്ന് പറയില്ല, അപ്പന്മാര്. അച്ഛനാവാൻ പോയ തോമ അപ്പനായി തിരിച്ചു വന്നു എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒക്കെ അപ്പന്മാരെ, അച്ഛന്മാരെന്ന് പറയാൻ പറ്റില്ല, അപ്പന്മാരാണ്. ഏതായാലും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ.
ഇപ്പൊ അബയെ പിടിച്ചു മുക്കി കൊന്നു. 28 വർഷം കേസ് നീട്ടി വെപ്പിക്കാൻ അവർക്ക് പറ്റി. അവസാനം ദൈവത്തിന്റെ ഒരു കൈകൾ അവിടെ പ്രവർത്തിച്ചു. രണ്ടാം ദിനം ജയിലിലേക്ക് കൊണ്ടുപോവാണ്, അവിടെ കൊണ്ടിടുകയാണ്. പക്ഷേ അവിടെ അടുത്ത എപ്പിസോഡ് ആരംഭിച്ചു. ഇനി ഫ്രാങ്കോവിനെ സംരക്ഷിക്കാനാ അയാൾ ഇപ്പോഴും ആ തൊപ്പിയും കിരീടവും വെച്ച് ബിഷപ്പായിട്ടിരിക്കുക അവിടെ. എന്തിന്റെ ബിഷപ്പ്? പീഡനത്തിന്റെ ബിഷപ്പ്. അതിൽ സത്യം പീഡകമെത്രാനച്ചൻ, അതല്ലേ പീഡകമെത്രാനച്ചൻ. ഇവർക്ക് നാണവമാനുണ്ടോ വാസ്തവത്തിൽ? അതിലൂടെ പറയണം കേസുണ്ട്, ആ കേസ് തീരുന്നവരെ തൻ്റെ തൊപ്പിയും കിരീടവും മാറ്റി വെച്ചുകൂടോ എവിടെയെങ്കിലും വന്നിരിക്കുക എന്ന് പറയണ്ടേ? ഇവിടെ ചക്രവർത്തിയായിട്ട് കിരീടവും ചെങ്കോലം കൊടുത്ത് അവിടെ ഇരുത്തിരിക്കുക വാസ്തവത്തിൽ. ഇനി ഇതിന്റെ അടുത്ത എപ്പിസോഡാണ് വരുന്നത്. ഇനി എന്നാ അയാളെ പിടിച്ച് ജയിലിൽ കയറ്റുമെന്ന് അറിയില്ല. ഏതായാലും 28 വർഷം 250 വർഷം കഴിഞ്ഞാലും കഴുത്തില് പ്രതിയാണോ പിടിവിടുന്ന ഉറപ്പായല്ലോ. പണ്ട് ആരോടോ പറഞ്ഞ പോലെ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അവൻ അറിയാതെ തന്നെ അവൻ എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു മുടിനാട്ടിന്റെ തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിച്ചിടും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമതൊരു സാക്ഷിയുണ്ട്, അത് മനസാക്ഷിയാണ്. മനസാക്ഷി കുത്ത്, ഉള്ളിലിരുന്നിട്ടുള്ള കുത്ത്. 28 വർഷം തീ തിന്നല്ലോ, തീ തീറ്റിയല്ലോ. ഇവിടെ പലരും വിധിച്ചു അയാൾ കുഴപ്പക്കാരനല്ലോ വിളിച്ചിട്ട് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചതാ. പിന്നെ കേസൊക്കെ തീർന്നു, ഇനി തിരിച്ചു വന്നോടാ കോട്ടൂരാരെ പറഞ്ഞ് തിരിച്ചു വന്നു. ഇനിയൊന്നും പ്രശ്നമില്ലാന്ന് വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഏതൊരു CBI തെളിയിച്ചില്ലെങ്കിലും, ക്രൈംബ്രാഞ്ച് തെളിയിച്ചില്ലെങ്കിലും, പോലീസുകാർ തെളിയിച്ചില്ലെങ്കിലും ഒരുവൻ ഉള്ളിൽ നിന്ന് കുത്തുന്നുണ്ട്. എടാ കള്ള, എടാ കൊലപാതകി, അഭയെ കൊന്നവനെ മനസാക്ഷിയിട്ട് കുത്തുന്നുണ്ട്. അത് വേണ്ടത്ര അനുഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഈ സിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒന്ന് പറയാനുള്ളത്, പണ്ട് സിസ്റ്റേഴ്സ് ഞാൻ തൃശ്ശൂർ തൃക്കൂർ എന്ന സ്ഥലത്താണ് പറഞ്ഞു. അവിടെ മരത്താക്കര എന്ന സ്ഥലമുണ്ട്. അവിടെ അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ സിസ്റ്റർമാരുണ്ട്. തല മുട്ടടിച്ചിട്ട് അവർ വരിക, തല മുട്ടടിക്കും. ആ സിസ്റ്റർ അൽഫോൻസാമ കണ്ടല്ലേ, ഇവിടെ ഇത്രയും ഭാഗത്ത് ഇവിടെ വന്ന് ഇവിടെ വരെ വന്ന് ഇത്രയും ഭാഗം പുറത്തേക്ക് കാണുള്ളൂ. അവിടെ ആർക്കൊരു പ്രേമം തോന്നില്ല, ഒന്നും തോന്നില്ല. ഇപ്പൊ പലരും സാരിയൊക്കെ എടുത്തിട്ടാണ് ഇനി എന്നാ ചുരിദാറിട്ട് കന്യാസികൾ പുറത്തു വരേണ്ടെന്ന് അറിയില്ല. ഇതുകൊണ്ട് കയറ്റി വെച്ച് ആ മുടിക്കും കുറച്ചും കൂടെ എടുത്ത് ചുരുട്ടിക്കിയിട്ട് വൃത്തിയാക്കി എക്സിബിഷനിസം. പിന്നെ എങ്ങനെ അതൊക്കെ സംഭവിക്കാണ്ടിരിക്കുക? എല്ലാവരെയും പിടിച്ച് മുട്ടടിപ്പിക്കണം. പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കന്യാസ്ത്രീയായിട്ട് പുറത്തു പോകരുത്. അച്ഛന്മാര് പുറത്തു പോകുന്ന സമയത്ത് പാൻറ്റും ഷർട്ട് ഇട്ടിട്ടാ പുറത്തു പോകുന്ന അറിയില്ല. നാളെ ഒരു പെണ്ണിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ വലിയ സഭാവസ്ത്രവും അങ്കിയും മറ്റേ കുന്തവും പോലൊക്കെ ഉണ്ട്. പുറത്തു വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ പോലെ ചത്തായിട്ടാണ് നടക്കുന്നത്, പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട്. അത് അനുവദിക്കരുത്, അത്തരം കാര്യങ്ങൾ അനുവദിക്കരുത്. ആ മുദ്ര മാറ്റിവെക്കാൻ അനുവദിക്കരുത്. ആൾക്കാരിൽ മാത്രം പോരാ, പുറത്തു വരുന്ന സമയത്ത് ആ മുദ്ര വേണം. ഇങ്ങനെയാകുമ്പോൾ പിന്നെ അവർക്ക് ഈ പരിപാടികൾ പറ്റില്ലല്ലോ, ഇങ്ങനെ ഈ പരിപാടി നടക്കില്ലല്ലോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീരാമകൃഷ്ണ മിഷനാണ്. അവിടെ കന്യാസ്ത്രീകളുണ്ട്, അവിടെ സിസ്റ്റർമാരുണ്ട്, അവിടെ സന്യാസിനി അമ്മമാരുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ വേറെ, ശാരദാ മഠം വേറെ. എന്തൊരു കാര്യത്തിന് ഇവിടെ വരണമെങ്കിൽ മദറുടെ ഒപ്പേ വരാൻ പറ്റുള്ളൂ. അവിടുത്തെ മാതാവിൻ്റെ ഒപ്പേ വരാൻ പറ്റുള്ളൂ. അവിടെ പ്രധാനപ്പെട്ട അമ്മയുടെ ഒപ്പം, സന്യാസിനി അമ്മയുടെ ഒപ്പം വരാൻ പറ്റുള്ളൂ. അല്ലെ ഒരു അസിസ്റ്റൻ്റ് ഒപ്പേ വരാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് കാര്യത്തിനാണെങ്കിലും എന്ത് ആറ്റം ബോംബ് വീണാലും 5 മണി കഴിഞ്ഞാൽ പൊക്കോളണം. കാരണം ശാരദാ മഠത്തിൽ പ്രാർത്ഥന ആരംഭിക്കും. 5 മണി കഴിഞ്ഞാൽ പൊക്കോളണം. ഇത് മുതൽ അച്ഛന്മാർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാനും എന്നിട്ട് അവിടെ നിന്നിട്ട് ശൃംഗരിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഫ്രാങ്കോ ഇവിടെ വരുന്ന സമയത്ത് എന്തിനാണ് ഈ നിരണത്തോ എന്താ സ്ഥലത്തിന്റെ പേരറിയില്ല, അവിടെ വന്നിട്ട് ഈ കന്യാസ്ത്രീ മഠത്തിൽ താമസിക്കുന്ന എന്തിനാ? അതിന് ആരാ അനുവാദം കൊടുത്തത്? പിന്നെ ഇതൊക്കെ സംഭവിക്കാണ്ടിരിക്കുമോ? അതുകൊണ്ട് ആരാ ഉത്തരവാദി? പ്രധാന ഉത്തരവാദി ആരാ? സഭ. രണ്ടാമത്തെ ഉത്തരവാദി ഈ പെൺകുട്ടികളെ ദൈവവിളി എന്ന് പറഞ്ഞിട്ട് സഭയിലേക്ക് അയക്കുന്ന പേരൻസ്. ഏതായാലും കുറ്റവാളികളെന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഇപ്പം നാളെ കൃത്യമായിട്ട് എത്ര ദിവസം അവർക്കിനി ഊണും റോട്ടി കപ്പട വെക്കാൻ ഗവൺമെൻറ് ചിലവ് കൊടുക്കുന്ന നാളെ പ്രഖ്യാപിക്കും. അതോ നാളത്തോടുകൂടി കഴിയുമെന്ന് അറിയില്ല. എല്ലാം അവിടെ വെച്ച് ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് അറിയില്ല. കയറാണോന്ന് അറിയില്ല, എന്താ അറിയില്ല. ഏതായാലും പൊട്ടി കരഞ്ഞു എന്നാണ് പറയുന്നത്. കൂട്ടൂരാൻ ഷെഫിയൊക്കെ പൊട്ടിക്കരഞ്ഞു. സത്യം പറഞ്ഞാൽ അവർക്ക് പൊട്ടിച്ചിരിക്കേണ്ട സമയമാണത്. എന്താണ് കാരണം? പൊട്ടിച്ചിരിക്കേണ്ട സമയമാണ്. 28 വർഷം തീർന്നില്ലേ?
ഓരോ കേസും ഓരോ കോടതി കഴിയുമ്പോൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടു, അല്ലെങ്കിൽ തെളിവില്ലെന്ന് പറയുന്ന സമയത്ത് പുറത്തൊന്ന് ചിരിച്ചെങ്കിലും ഉള്ളില് മനസാക്ഷി കുത്തൊന്നുണ്ടായല്ലോ. ആ നെരിപ്പോടെ അണയാതെ കിടന്നിരുന്നല്ലോ, ഒരുപാട് വേവലാതിപ്പെട്ടല്ലോ, ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞല്ലോ. ഇപ്പൊ പൊട്ടിച്ചിരിക്ക്. ഇനിയിപ്പോ ജീവിതം സ്വസ്ഥമായി സൗമ്യമായി കൃത്യസമയത്ത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, റോട്ടി, കപ്പട, മക്കാൻ, എവരിത്തിങ് ദേ വിൽ പ്രൊവൈഡ്. ആൻഡ് പൊട്ടിച്ചിരിക്കടോ കോട്ടൂരാനെ, പൊട്ടിച്ചിരിക്കടോ. നമസ്കാരം.